സ്റ്റുഡൻസ്, ഇന്ന് സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതായത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ 50 meter ഹൈ ബിൽഡിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ആർ 45 degree and 60 degree respectively. Find the height of the tower and the horizontal distance between the tower and the building. അതായത് നമ്മൾ ഒരു 50 meter ഹൈ ബിൽഡിംഗ് ഉണ്ട്, ഒരു ടവർ ഉണ്ട്. ടവറിന്റെ മുകളിൽ താഴേക്ക് നോക്കുന്നതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടവറിന്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ടവറിന്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങിന്റെ അടിഭാഗത്തേക്ക് നോക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ വരയുമ്പോൾ ഇവിടുന്ന് ടവറിന്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ടവറിന്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങിന്റെ അടിഭാഗത്തിലേക്കുള്ള ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ അതായത് ടവറിന്റെ ഹൈറ്റ് കാണണം, അതുപോലെ ഇതിന്റെ ഡിസ്റ്റൻസും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെറ്റ് ദ ഹൈറ്റ് ഓഫ് ടവർ ബി നമ്മൾ h ആയിട്ട് എടുത്തു, ഡിസ്റ്റൻസ് x ആയിട്ടും എടുക്കുക. ഇത് x, ഇത് h ആണ്, മൊത്തമാണ് h. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ തൊട്ട് വരെ 50, കാരണം ഇവിടെ 50 ആകുമ്പോൾ ഇവിടെയും 50. അപ്പോൾ ഇത് നമ്മൾ AE എന്ന് പറയുന്നത് എന്തായിരിക്കും? AE ഈക്വൽ ടു AB മൈനസ് BE ആണ്. AB മൈനസ് BE. AB എന്ന് പറയുന്നത് h മൈനസ് 50. ഇനി ഇൻ ട്രയാംഗിൾ ACE, നമുക്ക് ഈ സൈഡേ വേണ്ടു, ഈ ഭാഗം വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ടാൻ എടുക്കുന്നു. ടാൻ 45 ഈക്വൽ ടു AE ബൈ CE. ഇത് x ആണെങ്കിൽ ഇതും x ആയിരിക്കും. അതായത് DB ഈക്വൽ ടു CE ഈക്വൽ ടു x ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? h മൈനസ് 50 ഡിവൈഡ് ബൈ CE എന്ന് പറയുന്നത് x. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. h മൈനസ് 50 ബൈ x. അപ്പോൾ x is equal to h മൈനസ് 50 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇൻ ട്രയാംഗിൾ, ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യും, ADB എന്നുള്ള ട്രയാംഗിൾ. ഇൻ ട്രയാംഗിൾ ADBയിൽ ടാൻ 60 എന്ന് പറയുന്നത് ടാൻ 60 ഈക്വൽ ടു AB ബൈ DB, that is equal to h by x. ഇത് √3 ഈക്വൽ ടു h by x. അപ്പോൾ നമ്മൾ x is equal to h by √3. x is equal to h by √3. അതായത് ഇതിന് ഇക്വേഷൻ 1 ഒന്നുമില്ലെങ്കിൽ 1 2 എന്ന് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഈ എക്സിന്റെ പ്ലേസിൽ നമ്മൾ h by √3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ x എന്ന് പറയുന്നത് h മൈനസ് 50 ആണ്. x എന്ന് പറയുന്നത് നമ്മളിവിടെ h by √3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, h മൈനസ് 50. അപ്പോൾ നമുക്ക് h, അതായത് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, 50 ഈക്വൽ ടു h മൈനസ് h ബൈ √3. അതായത് h കോമൺ ആയിട്ട് എടുക്കാം. നമുക്കിവിടെ h √3 മൈനസ് h ബൈ √3 എന്നാണ് വരുന്നത്. h √3 മൈനസ് h ബൈ √3. അതായത് അപ്പോൾ അവിടെ √3 ഈക്വൽ ടു h √3 മൈനസ് 1. അപ്പോൾ h is equal to 50 √3 ഡിവൈഡ് ബൈ √3 മൈനസ് 1 കിട്ടും. h is equal to 50 √3 ബൈ √3 മൈനസ് 1. ഇതിനെ നമുക്ക് റാഷണലൈസ് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി കാൽക്കുലേഷൻ എടുക്കും. അപ്പോൾ √3 പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 50 √3 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡ് ബൈ ഇവിടെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ √3 സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 2 ആയി. 2ഉം 50ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ
25√3 ഇൻറ്റു √3 പ്ലസ് 1 വരും. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാം. അതായത് ഇവിടെ എക്സ് h/√3 ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ h ആദ്യം കണ്ടുപിടിക്കാം. h എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 25√3 ഇൻറ്റു √3 പ്ലസ് 1 വന്നു. അപ്പോൾ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 25√3 ഇൻറ്റു √3 3i പ്ലസ് 25√3. ഇവിടെ √3യുടെ വാല്യൂ 1.73 എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 75 പ്ലസ് 25 ഇൻറ്റു 1.73. അപ്പോൾ 173 ഇൻറ്റു 25 15 1 36 8 6 14 3 12. അപ്പോൾ ഇവിടെ 75 പ്ലസ് 43.25 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 75 43.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118.25 ആണ് വരുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത്, ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 118.25 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x h/√3 ആണ്. x h/√3 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ x ഡിസ്റ്റൻസ് h/√3. h എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 118.25 ഡിവൈഡ് ബൈ 1.73. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 68.25 മീറ്റർ കിട്ടും. The tops of the two towers of height x and y standing on level ground subtend angles of 30 degree and 60 degree respectively at the center of line joining their feet. Center of line join their feet, then find x and y. അതായത് രണ്ട് ബിൽഡിംഗ് അതിൻ്റെ ഹൈറ്റ് എക്സും വൈയും ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഫീറ്റിന് സെൻറ്ററിലാണ് അവിടെ ആംഗിൾ. ദ ടോപ്സ് ഓഫ് ടു ടവേഴ്സ് ഓഫ് ഹൈറ്റ് എക്സ് സ്റ്റാൻഡിംഗ് ലെവൽ ഗ്രൗണ്ട് ആംഗിൾസ് സബ്റ്റൻഡ് ആംഗിൾസ് 30 ഡിഗ്രിയും 60 ഡിഗ്രിയും. അതായത് ഒന്ന് 30 ഡിഗ്രിയും ഒന്ന് 60 ഡിഗ്രിയും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എക്സ്, ഇതിൻ്റെ ഹൈറ്റ് വൈ. മിഡ് പോയിന്റിലാണ്, ലെവൽ ഗ്രൗണ്ടിൽ മിഡ് പോയിന്റിലാണുള്ളത്. അപ്പോൾ ഈ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് സെഡ് എന്ന് എടുക്കാം. അതായത് ഈ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി ബി ആണ്. ഡി ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി ബി എന്ന് പറയുമ്പോൾ നമുക്ക് ലെറ്റ് ഡി ഇ ഈക്വൽ ടു ഇ ബി ഈക്വൽ ടു സെഡ് എന്ന് എടുക്കാം. നമുക്കിവിടെ എക്സ് ഈസ് ടു വൈ ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇൻ ട്രയാങ്കിൾ CDE എന്ന ട്രയാങ്കിളിൽ നമുക്ക് tan 30 എന്ന് പറയുന്നത് എന്താണ്? tan 30 ഈക്വൽ ടു CD/DE ആണ്. CD/DE എന്ന് പറഞ്ഞാൽ x/z. അതായത് 1/√3 ഈക്വൽ ടു x/z. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? x ഈക്വൽ ടു z/√3 എന്ന് കിട്ടി. അതുപോലെ ഇൻ ട്രയാങ്കിൾ ABEയിൽ tan 60 ഈക്വൽ ടു നമുക്ക് എന്ത് വരും? AB/EB എന്ന് പറയുമ്പോൾ അവിടെ y/z√3 ഈക്വൽ ടു y/z y ഈക്വൽ ടു z√3 എന്ന് കിട്ടി. y ഈക്വൽ ടു z√3, x ഈക്വൽ ടു z/√3. നമുക്ക് x/y ആണ് വേണ്ടത്. x/y എന്ന് പറയുമ്പോൾ z/√3 ഡിവൈഡ് ബൈ z√3. അപ്പോൾ ഇത് എന്ത് വരും? z/√3 ടു z√3. ഇപ്പോൾ z ക്യാൻസലായി 1/3. x ഈസ് ടു y എന്ന് പറയുന്നത് 1:3 എന്നാണ് കിട്ടുന്നത്. x ഈസ് ടു y ഈക്വൽ ടു 1:3. അപ്പോൾ അങ്ങനെയാണ് അത് കിട്ടുന്നത്. എ മൂവിംഗ് ബോട്ട് ഈസ് ഒബ്സർവ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ 150 meter high cliff moving away from the cliff. The angle of depression of the boat changes from 60 degree to 45 degree. അത് 60 degree ആയിരുന്നുണ്ടായിരുന്നു. ബോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആംഗിൾ മാറി 45 degree ആയി. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ മീറ്റർ പെർ അവറിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ടൈം 2 minutes എന്നാണ് തന്നിട്ടുള്ളത്.
അപ്പോൾ ടൈം ഈക്വൽ ടു 2 മിനിറ്റ്. നമുക്ക് സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 60 ഡിഗ്രിന്ന് 45 ഡിഗ്രിയിലേക്ക് മാറിയപ്പോൾ സി ഡി ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സ്പീഡ്, ബോട്ടിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടുള്ളൂ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എ ബി സി, അതിൽ tan 60 നമുക്ക് ഈ രണ്ട് സൈഡ്, ഈ സൈഡാണ് വേണ്ടത്. tan 60 ഈക്വൽ ടു എന്ത് വരും? അവിടെ എ ബി ബൈ ബി സി എന്ന് വരും. അതായത് 150 ബൈ ബി സി. √3 ഈക്വൽ ടു 150 ബൈ ബി സി. അപ്പോൾ ബി സി ഈക്വൽ ടു 150 ബൈ √3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇൻ ട്രയാങ്കിൾ എ ബി ഡി, ഇൻ ട്രയാങ്കിൾ എ ബി ഡിയിൽ tan 45 ഈക്വൽ ടു എ ബി ബൈ ബി ഡി. അതായത് 1 ഈക്വൽ ടു എ ബി എത്രയാ? 150 ബൈ ബി ഡി. ദർഫോർ ബി ഡി ഈക്വൽ ടു 150 എന്ന് കിട്ടി. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സി ഡി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സി ഡി എന്ന് പറയുന്നത് എന്താണ്? സി ഡി ഈക്വൽ ടു ബി ഡി മൈനസ് ബി സി ആണ്. അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് 150 ആണ്. ബി ഡി 150, ബി സി എന്ന് പറയുന്നത് 150 ബൈ √3. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 √3 മൈനസ് 150 ബൈ √3. അതായത് 150 ഇൻറ്റു √3 മൈനസ് 1 ബൈ √3 എന്ന് വരും. ഇത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡാണ് വേണ്ടത്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? സ്പീഡ് ഓഫ് ബോട്ട് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് സി ഡി എന്ന് പറയുന്നത് 150 ഇൻറ്റു √3 മൈനസ് 1 ബൈ √3. അതായത് ഡിവൈഡ് ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. ഇവിടെ 2 മിനിറ്റിലാണുള്ളത്. അതിനെ അവരിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു, അതായത് 150 ഇൻറ്റു √3 മൈനസ് 1 ബൈ √3 ഇൻറ്റു 2 ഇൻറ്റു 60. മിനിറ്റിനെ അവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 75 ആയി. ഇവിടെ 75 ഇൻറ്റു 60 ഇൻറ്റു, അതായത് √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 എന്നുണ്ട്. റേഷണലൈസ് ചെയ്യുക. ഇൻറ്റു √3 ഡിവൈഡ് ബൈ √3 എന്ന് വരും. അപ്പോൾ ഇതെന്താവും? √3 ഡിവൈഡ് ബൈ √3 എന്ന് വരുമ്പോൾ ഇവിടെ 3 വരും. 3യും 60യും ക്യാൻസൽ ചെയ്യുമ്പോൾ 75 ഇൻറ്റു 20 എന്ന് വന്നു. ഇൻറ്റു √3 മൈനസ് 1. ഇത് 1500 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു √3 എന്ന് വരും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1500 ഇൻറ്റു √3 ഇൻറ്റു √3 എന്ന് പറയുന്നത് 3 മൈനസ് 1500 √3 എന്ന് വരും. അപ്പോൾ ഇത് 4500 മൈനസ് 1500 ഇൻറ്റു 1.73 എന്ന് വരും. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 173 ഇൻറ്റു 15, 5, 135, 35, 36, 3, 8, 3, 7, 1, 5, 9, 5, 2595 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 4500 മൈനസ് 2595. അപ്പോൾ ഇത്രയും മീറ്റർ പെർ അവർ ആണ് വരിക. അതായത് 4500 മൈനസ് 2595. അപ്പോൾ 5 ഇവിടെ 4 0 ഇവിടെ 9 ഇവിടെ 1. അപ്പോൾ 1905 മീറ്റർ പെർ അവർ. അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ്